എൻ്റെ മറ്റൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ ആദ്യ ഭാഗം നിങ്ങൾ കാണേണ്ടതുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഫസ്റ്റ് ഭാഗത്തിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. 4ാം ക്ലാസ് വരെയാണ് ഞാൻ സ്കൂളിൽ പോയത്. 4ാം ക്ലാസ് കഴിഞ്ഞു. പിന്നീട് 5ാം ക്ലാസ്സിലേക്ക് ഞാൻ ചേർന്നില്ല. എൻ്റെ ഉമ്മ നിർബന്ധിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 5ാം ക്ലാസ്സിലേക്ക് പോവാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. എൻ്റെ ഉമ്മയെ സാമ്പത്തികമായി സഹായിക്കണം, വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കണം. 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇത്തരം ചിന്തകൾ എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഇനി സ്കൂളിലേക്ക് പോകണ്ട, അതിന് പകരം എന്തെങ്കിലും കച്ചവടത്തിന് പോകണം. അങ്ങനെ ഞാൻ 11 വയസ്സിലെ ഒരു കച്ചവടക്കാരനായി മാറി. ഓറഞ്ച് വിൽക്കലായിരുന്നു. കടയിൽ നിന്നും ചെറിയ ക്യാഷിന് ഓറഞ്ച് വാങ്ങും. എൻ്റെ ആദ്യ കച്ചവടം ഞാൻ നടത്തിയത് 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൻ്റെ മുമ്പിലായിരുന്നു. ഓറഞ്ചും കത്തിയും മസാലയും എല്ലാം ഒരു പേപ്പറിൽ ഞാൻ നിരത്തി വെച്ചു. ഇൻ്റർവെല്ല് സമയത്തും ലഞ്ച് ബ്രേക്ക് സമയത്തും കുട്ടികൾ എനിക്ക് മുമ്പിൽ തടിച്ചുകൂടും. അവർക്ക് ഞാൻ ഓറഞ്ച് മുറിച്ച് അതിൽ ഉപ്പും മസാലയും ചേർത്ത് കൊടുക്കും. അതിന് ഞാൻ മസാലടി എന്ന് പേരിട്ടു. കച്ചവടം തകൃതിയായി നടന്നു. ഓരോ ദിവസം പിന്നിടും തോറും കൂടുതൽ കുട്ടികൾ എൻ്റെ മസാലടി വാങ്ങാൻ വന്നുകൊണ്ടിരുന്നു. കുറച്ചുകൂടി സാധനങ്ങളൊക്കെ ഇറക്കേണ്ടതുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കരിമ്പ് ഇറക്കി. മസാലടിക്കൊപ്പം തന്നെ കരിമ്പും കച്ചവടവും. കരിമ്പ് ചെറിയ ചെറിയ പീസാക്കി. ഇനിയും സാധനങ്ങൾ ഇറക്കണമെന്ന് എനിക്ക് തോന്നി. ഇനിയുള്ള ദിവസങ്ങളിൽ നെല്ലിക്ക ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പിലിട്ടതും പൈനാപ്പിൾ ഉപ്പിലിട്ടതും സ്കൂളിന് മുമ്പിൽ നിരത്തിക്കൊണ്ട് കച്ചവടം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കച്ചവടം നല്ല വിജയമായിരുന്നു. കച്ചവടങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ പഠിപ്പിച്ച മൂസക്കുട്ടി മാഷ് എൻ്റെ അടുത്ത് വരുന്നത്. എന്നിട്ട് എന്നെ ഉപദേശിച്ചു, ഇനി മേലിൽ സ്കൂളിൻ്റെ മുമ്പിൽ നീ കച്ചവടം ചെയ്യാൻ പാടില്ല. അടുത്ത വർഷം നീ 5ാം ക്ലാസ്സിൽ ചേരണം. നീ പഠിക്കാൻ പോകണം. പഠിച്ചിട്ട് നീ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാവണം. ഇനി ഇവിടെ നിന്നെ കച്ചവടം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അതോടെ ആ കച്ചവടം പൂട്ടി. പിന്നീട് ഞാൻ നാട്ടിലേക്ക് ഇറങ്ങി. ഒരിക്കലും ഞാൻ കച്ചവടം അവസാനിപ്പിച്ചില്ല. അന്ന് അവിടെ ഒരു വലിയൊരു ഐസും കമ്പനി ഉണ്ടായിരുന്നു. ഐസും കമ്പനിയിൽ പോയിട്ട് ഞാൻ കുറച്ച് ഐസ് വാങ്ങി. എൻ്റെ കയ്യിൽ അന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് ഉണ്ടായിരുന്നു. 25 ഐസ് വാങ്ങി ഈ ബക്കറ്റിൽ ഞാൻ അടുക്കടുക്കി വെച്ചു. അത് തലയിൽ വെച്ച് ഐസേ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോ വീടുമുറ്റത്തിലൂടെയും നടക്കാൻ തുടങ്ങി. എൻ്റെ നാട്ടിലുള്ള ഓരോ വീടുമുറ്റത്തിലൂടെ നടന്ന് അവരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഐസ് വാങ്ങി. ഐസും കച്ചവടവും നന്നായി വിജയിച്ചു. ഐസ് നല്ല വിജയകരമായിരുന്നു. ഐസ്ക്രീം കച്ചവടവും തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാകും? 10 രൂപ കിട്ടുന്ന ഐസ്ക്രീം ഞാൻ ഒരു വലിയ ബക്കറ്റിലാക്കി. ഇതുപോലെ ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് വിൽക്കാൻ തുടങ്ങി. അതും വൻ വിജയമായി. ഈ വേനൽക്കാലമാകുമ്പോൾ ഉമ്മ കൊയ്യാൻ പോകും. ഈ കൊയ്യാൻ പോകുന്ന സമയത്ത് ഉമ്മയുടെ കൂടെ ഞാനും ജ്യേഷ്ഠനും പെങ്ങളും എല്ലാവരും പോകും. അങ്ങനെ ഈ കൊയ്ത്ത് കഴിഞ്ഞാൽ കറ്റ ചുമന്ന് ഈ കൃഷിക്കാരൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇടണം. എന്നിട്ടത് അടിച്ച് ചവിട്ടി മതിച്ച് ഈ നെല്ല് കിട്ടിയിട്ട് വേണം കഞ്ഞി വെക്കാൻ. ഏകദേശം ഒരു 3-4 മാസത്തേക്കുള്ള നെല്ല് ഈ കൊയ്ത്ത് കാലം വന്നാൽ ഞങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു ജീവിതം ഞാൻ നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കൊയ്ത്ത് കഴിഞ്ഞാൽ വീണ്ടും ഐസും കച്ചവടവും ഐസ്ക്രീം കച്ചവടവുമായിട്ട് ഞാൻ നടന്നു. ഇതുപോലെ മറ്റൊരു അനുഭവമാണ്, ചമ്മാട് ടൗണിൽ ട്രക്കറൊക്കെ നിർത്തുന്ന സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രക്കർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ കടലയുമായി ചെല്ലും. ഇവരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കടല വാങ്ങും. വ്യത്യസ്തമായ കച്ചവടങ്ങൾ ചെയ്തുകൊണ്ട് ഒരു വർഷം ഞാൻ തള്ളി നീക്കി. അപ്പോഴേക്ക് മൂസക്കുട്ടി മാഷ് വീണ്ടും ഉമ്മാൻ്റെ അടുത്തെത്തി. ഇവനെ നിങ്ങൾ സ്കൂളിൽ ചേർത്തണം. ഇവനെ ഒരു കണ്ണിന് കാഴ്ചയുണ്ട്. അതുകൊണ്ട് സാധാരണ സ്കൂളിലല്ല ചേർത്തേണ്ടത്, ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്കൂളിൽ ഇവനെ കൊണ്ടുപോയി ചേർക്കണം. ഇവനെ നിങ്ങൾ ഇവിടെ ചേർത്താൽ ഇവരെ സ്കൂളിൽ പോവില്ല. അതുകൊണ്ട് ഏതെങ്കിലും ബോർഡിങ്ങിൽ ഹോസ്റ്റലുള്ള സ്കൂളിൽ കൊണ്ടുപോയി ചേർത്താൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഈ മൂസക്കുട്ടി മാഷ് ഹോസ്റ്റൽ സൗകര്യമുള്ള ഒരു സ്കൂളിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. പക്ഷേ അന്ന് ഉമ്മാക്ക് എന്നെ ചേർക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ വർഷവും ഞാൻ സ്കൂളിൽ ചേർന്നില്ല. ഞാൻ അന്നും വ്യത്യസ്ത കച്ചവടവും കൊയ്ത്തും കൃഷിയുമായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി. പിന്നീട് ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ആ മാറ്റം അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.